എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമൊക്കെ അങ്ങ് കഴിഞ്ഞല്ലേ? ഇപ്പോൾ സെറ്റ് ഫിസിക്സിൻ്റെ എക്സാം അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്തവണത്തെ സെറ്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ കഴിഞ്ഞ ദിവസം LBS അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ ആ ആൻസർ കീ നോക്കുമ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് അവർ മിസ്റ്റേക്കായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വെർഷൻ എയിലെ 36th ക്വസ്റ്റ്യനും ബിയിലെ 96th ക്വസ്റ്റ്യനുമായ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് അലോവഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻ ഉണ്ട്, A, B, C ആൻഡ് D. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ നമുക്ക് 3 റിയാക്ഷൻസ് ഉണ്ടല്ലേ. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫസ്റ്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് പൈ പ്ലസ് ഗീവ്സ് മ്യൂ പ്ലസ് പ്ലസ് ന്യൂ മ്യൂ. ഇതൊരു വെൽ നോൺ ആയിട്ടുള്ള പയോണിൻ്റെ ഒരു DK റിയാക്ഷനാണ്. നമ്മൾ നോക്കുമ്പോൾ ചാർജ് നോക്കുക, ഇവിടെ +1 ഫോർ ന്യൂട്രിനോ ചാർജ് ഈസ് 0. സോ ചാർജ് ഈസ് കൺസർവ്ഡ് ആണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ലെപ്റ്റോൺ നമ്പർ കൺസർവേഷൻ, ഇത് പയോൺ നമ്മൾ ലെപ്റ്റോൺ അല്ല മെസോൺ ആണ്. സോ ഇവിടെ 0. ദെൻ മ്യൂ പ്ലസ് ഈസ് ലെപ്റ്റോൺ വിത്ത് നെഗറ്റീവ് അല്ലേ, മ്യൂ മൈനസ് ആണ്, +1 നെഗറ്റീവ് വരുന്ന. ആൻഡ് ഫോർ ന്യൂട്രിനോ lepton number is +1. So overall it is 0. So 0 gives 0 അല്ലേ. So lepton number is also conserved. So this is a allowed reaction. And in the case of option B, which gives pi plus pi minus gives gamma, that is a photon. This reaction violates the conservation of energy and momentum because a single photon cannot conserve momentum in this two particle annihilation process. ഇതൊരു അൻഹിലേഷൻ പ്രോസസ് ആണല്ലേ പൈ പ്ലസ് പ്ലസ് പൈ മൈനസ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 photons are required for energy and momentum conservation. Therefore, this is not an allowed reaction. This reaction is not allowed. ഓക്കെ, സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അലോവഡ് അല്ല. പക്ഷേ ഓപ്ഷൻ സി നോക്കുക, ദിസ് ഈസ് എ പോസിബിൾ വീക്ക് ഇൻട്രാക്ഷൻ തന്നെയാണ്. നമുക്ക് ഇവിടെ an antineutrino is interact with a proton, gives a positron and a neutron. So first we have to look at the charge conservation. നോക്കുക, for neutrino charge is 0, proton +1 അല്ലേ, gives positron +1, for neutron 0. So +1 gives +1, charge conserved ആണ്. And look at the lepton number conservation അല്ലേ. ഫോർ ന്യൂട്രിനോ എന്താണ്, ഇത് ആൻറ്റിന്യൂട്രിനോ ആണല്ലേ. സോ ഇറ്റ് ഈസ് -1. ഫോർ ന്യൂട്രിനോ lepton number is +1 and for antineutrino it is -1. Plus proton is not a lepton, so 0 gives. For positron it is again -1. For electron ആണ് +1 വരിക അല്ലേ. ആൻഡ് ഫോർ positron it is -1. Plus for neutron is not a lepton, so 0. So that is also conserved, that is -1 gives -1. So lepton number is also conserved. Then here we can also look for the baryon number conservation അല്ലേ. ബിക്കോസ് എന്താണ്, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആൻഡ് ബാരിയോൺ, ആൻഡ് ഇവിടെ 1 വരും, ഇവിടെ 1 വരും. സോ baryon number is also conserved here. So
This is also a allowed reaction. This is also an allowed reaction. പക്ഷേ അവർ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമായിരുന്നു. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി ആർ അലോവ്ഡ് റിയാക്ഷൻ. സോ അവരെന്ത് ചെയ്യണം? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അലോവ്ഡ് റിയാക്ഷൻസ് ആണ്. സോ നിങ്ങൾക്കിത് ചലഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 46ഉം ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 106ഉം ആയിരുന്നു. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേവ് വെക്ടേഴ്സ് ദാറ്റ് ലൈ വിത്തിൻ ദ ഫസ്റ്റ് ബ്രില്ലോയിൻ സോൺ ഇൻ റെസിപ്രോക്കൽ സ്പേസ് ഡിസ്ക്രൈബ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായി അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആയ ലാറ്റിസ് വേവ്സ് ആയിരുന്നു. പക്ഷേ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബ്ലോക്ക് വേവ് ആണ്. നമുക്കറിയാം മാറ്റർ വേവ് എന്ന് പറയുന്നത് നമുക്കറിയാം മാറ്റർ വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ബ്രോഗ്ലി ഹൈപ്പോസിസായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് റെസിപ്രോക്കൽ ലാറ്റിസുമായിട്ടോ ബ്രില്ലോയിൻ സോണുമായിട്ടോ ഒരു ബന്ധവുമില്ല. സോ ഓപ്ഷൻ എ ഒരിക്കലും വരില്ല. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ ബ്ലോക്ക് വേവ്സ് ആണ് ഇൻ എ പീരിയോഡിക് ലാറ്റിസ് പൊട്ടൻഷ്യലിൽ. അപ്പോൾ ഈ ബ്ലോക്ക് വേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്രില്ലോയിൻ സോണിൽ തന്നെ ലൈ ചെയ്യുന്ന ഒരു വേവ് തന്നെയാണ്. ഈ ലാറ്റിസ് വേവ് എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ റെസിപ്രോക്കൽ ലാറ്റിസുമായിട്ടും ബ്രില്ലോയിൻ സോണുമായിട്ടും ബന്ധമുള്ള വേവ്സ് തന്നെയാണ്. പക്ഷേ their description is not limited to the ഫസ്റ്റ് ബ്രില്ലോയിൻ സോൺ. ഫസ്റ്റ് ബ്രില്ലോയിൻ സോണുമായിട്ട് മാത്രം ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വേവ് അല്ല ലാറ്റിസ് വേവ് എന്ന് പറയുന്നത്. അത് എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ശരിക്കും ഓപ്ഷൻ ബി ആണ് ആൻസർ വരേണ്ടത്. അതേപോലെ ഓപ്ഷൻ ഡി ആയ ബൗഷോക്ക് വേവ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് ഡൈനാമിക്കുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരു വേവാണ്. സോ തന്നിരിക്കുന്ന ആൻസറായ സി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൈ വിത്തിൻ ദ ഫസ്റ്റ് ബ്രില്ലോയിൻ സോൺ ആണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് എന്താ വരിക? ഓപ്ഷൻ ബി ആയ ബ്ലോക്ക് വേവ് ആയിരിക്കും ഓപ്ഷനായിട്ട് കറക്റ്റ് ആൻസറായിട്ട് വരിക. ഓക്കെ, സോ യു ക്യാൻ ഓൾസോ ചാലഞ്ച് ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 89ഉം വെർഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 29 ആയിരുന്നു. അതായത് ഫോർ ബോഡി സെൻറ്റേഡ് ക്യൂബിക് ദ അറ്റോമിക് പാക്കിംഗ് ഫാക്ടറീസ്. അവർ കൊടുത്തിരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയ 0.74 അല്ലെങ്കിൽ 74% എന്നുള്ളതായിരുന്നു. പക്ഷേ ബി സി സിയുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയ 0.68 ആണ്. ആൻഡ് 0.524 എന്താണ്? സിമ്പിൾ ക്യൂബിക്. ഇത് നമ്മുടെ ബാബർ ആൻഡ് പ്യൂരിയുടെയൊക്കെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിന് മുമ്പത്തെ ബ്ലോക്ക് ഫംഗ്ഷൻ്റെ സൊല്യൂഷനും നിങ്ങൾക്ക് ബാബർ ആൻഡ് പ്യൂരി നിങ്ങൾക്ക് നോക്കിയാനായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾ നോക്കുക. നമ്മുടെ ബാബർ ആൻഡ് പ്യൂരി ടെക്സ്റ്റിലെ പേജ് നമ്പർ 20 നോക്കുക. സിമ്പിൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്കിൽ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോക്കുക, ക്ലോസ്ഡ് പാക്കിംഗ് ഫ്രാക്ഷൻ നോക്കുക. ഇത് ഹെക്സഗണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ 0.74 ആണ് അതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷനായിട്ട് വരുന്നത്. ദെൻ എഫ് സി സിക്ക് വരുന്നത് 0.74 ആണ് എഫ് സി സിക്ക് വരുന്നത്. 0.74 ആണ് എഫ് സി സിക്ക് വരുന്നത്. ഓക്കെ, സോ 0.74 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? എഫ് സി സിയുടെ ആയിരുന്നു. ഇത് നോക്കുക, ബി സി സി നോക്കുമ്പോഴത്തേനും ബിഫോർ ബി സി സി ഇറ്റ് ഈസ് 0.68 ആണ്. 0.68 ആണ്, അല്ലെങ്കിൽ 68% ആണ് ഫോർ ബി സി സി. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 0.68 ആയ ഓപ്ഷൻ സി ആയിരുന്നു. സോ യു ക്യാൻ ഓൾസോ ചാലഞ്ച് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായ റെഫറൻസ് വെച്ച് നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.